നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആഹാരശീലങ്ങളും ആരോഗ്യവും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് മൈ ഡോക്ടറിൽ അതിഥിയായെത്തിയിട്ടുള്ളത് നാഷണൽ ഹെൽത്ത് മിഷന്റെ പ്രോഗ്രാം കോർഡിനേറ്ററായ ഡോക്ടർ സിദ്ധാർത്ഥനാണ്. ഡോക്ടർ, സ്വാഗതം പ്രോഗ്രാമിലേക്ക്. എങ്ങനെയാണ് ഒരു ശരിയായ ആഹാര രീതി ഒരാളെ ഹെൽത്തിയാക്കി സൂക്ഷിക്കുന്നത്? ആഹാര രീതികൾ പല കാര്യങ്ങളുണ്ടാകും. മോശമായിട്ടുള്ള ആഹാരം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ വരാൻ സംഭവിക്കാം. കൃത്യമായിട്ടുള്ള സമയത്ത് ആഹാരം കഴിക്കാത്തതുകൊണ്ടും അത് ശരിയായ നല്ല ആഹാരം കഴിക്കാത്തതുകൊണ്ടും പല നമുക്ക് അസുഖങ്ങൾ പലതും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ ഈ ചില കടകളിൽ നിന്ന് കഴിക്കുമ്പോൾ മോശമായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ അതിൽ നിന്ന് പല അണുക്കളും നമ്മൾ അകത്ത് ചെന്നിട്ട് വയറിളക്കം, അതുപോലെ തന്നെ ഗ്യാസ്ട്രോഎൻറ്ററിറ്റിസ്, അങ്ങനെയുള്ള പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ആഹാരം ശുചിയില്ലാത്തതുകൊണ്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. അല്ലാതെ ആഹാരം കൃത്യമായിട്ട് സമയത്തും അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം ആഹാരം കഴിക്കാമെന്നുള്ളതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളെ മുത്തശ്ശന്മാരൊക്കെ നമ്മളോട് പല കാര്യങ്ങളും പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും ശ്രദ്ധിച്ച് കാണുന്നില്ല. കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ രാവിലത്തെ ആഹാരം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. രാവിലത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും പ്രത്യേകിച്ച് കോളേജിലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും കഴിക്കാറില്ല. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഒരു 8-9 മണിക്കാണ് സാധാരണ നമ്മൾ അത്താഴം കഴിക്കുന്നത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ ആയിരിക്കും ഊണ് കഴിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയർലി ഒരു 12-15 മണിക്കൂർ നമ്മൾ വയറ് കാലിയായിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വയറിനകത്ത് കുറേ ഇങ്ങനെ അസിഡിറ്റി, അങ്ങനെയുള്ള ഗ്യാസ്ട്രൈറ്റിസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം. എത്ര നമുക്ക് എത്ര സമയമില്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെയും സമയം കണ്ടെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ അത് വളരെ സമയമെടുത്ത് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും സ്കൂൾ ബസ് വരാറായി, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉദ്യോഗസ്ഥരാണെങ്കിൽ തന്നെ പല ഓഫീസ് എത്താനുള്ള ധൃതി കൊണ്ട് പലപ്പോഴും ധൃതി പിടിച്ച് ആഹാരം കഴിക്കുന്നത്. ഇതൊന്നും ശരിയായ രീതിയിൽ നമ്മൾ ചവച്ചരച്ച് കഴിക്കേണ്ടതാണ് ആഹാരം. എന്നാൽ പകുതി ദഹനം നമ്മളെ വായിൽ വെച്ച് നടക്കണമെന്നുള്ളതാണ് ആഹാരം കഴിക്കുന്നതിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശരിയായ രീതിയിൽ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പകുതി ശരിയായ രീതിയിൽ ആഹാരം പൂർണ്ണമായിട്ട് ചവച്ചരക്കപ്പെട്ടില്ലെങ്കിൽ ഒരു ചെറിയ പീസുകളായിട്ടേക്ക് ആമാശയത്തിൽ ചെല്ലുന്നത്. സ്വാഭാവികമായിട്ടും ആമാശയത്തിന് അത് കൂടുതൽ ദഹിപ്പിക്കാനായിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് വയറ്റിൽ ഗ്യാസ്ട്രൈറ്റിസ്, നെഞ്ചരിച്ചൽ, പുളിച്ചകെട്ടൽ, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആഹാരം ശരിക്കും ചവച്ചരിച്ച് കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ എന്താഹാരം കഴിക്കുമ്പോൾ രാവിലെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ രാവിലെ നമ്മൾ ഇഡ്ഡലി, ദോശ, പുട്ട്, അങ്ങനെയുള്ള ചപ്പാത്തി, അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് ഓക്കെ. നമ്മളെ വിശപ്പനുസരിച്ച് ഭക്ഷണം കഴിക്കാം. നമ്മളെ വിശപ്പ് തീരുന്ന വരെ ഉള്ള ഭക്ഷണം കഴിക്കേണ്ടതാണ്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഉച്ചയ്ക്ക് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഭക്ഷണം കഴിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് ധാരാളം നോൺ വെജിറ്റേറിയൻ, അങ്ങനെയുള്ള അതൊക്കെ ഇറച്ചി, മീൻ, അതൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം. അതിലൊന്ന് വയറ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ കഴിക്കാം. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ അത്താഴമാണ്. നമ്മൾ അത്താഴം കഴിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇന്നത്തെ അത്താഴം എല്ലാവരും കഴിക്കുന്നത് രാത്രി 11-12 മണിക്കൊക്കെയാണ് പലരും ഡിന്നർ കഴിക്കുന്നത്. ഇത് വളരെ ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. പണ്ടൊക്കെ നമ്മൾ മുത്തശ്ശിമാരൊക്കെ പറയുന്നതെന്നുണ്ടെങ്കിൽ കഴിയുന്നത്ര നേരത്തെ, അതായത് 7 മണി 8 മണിക്കൊക്കെ അത്താഴം കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കഴിയുന്നത്ര നേരത്തെ അത്താഴം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. എന്താ കാര്യം, അതൊന്ന് ദഹിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി കിടന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വയറ് നിറഞ്ഞിരിക്കുന്നു, ശരിയായ രീതിയിൽ ദഹനം നടക്കില്ല, ഒന്നാമത്തെ കാര്യം.
വയറ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ശരിയായ രീതിയിൽ ഉറക്കവും കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു അത്താഴം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു പോയി ഉറങ്ങാൻ ശ്രമിക്കരുത്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം ഉറങ്ങുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രാത്രി അത്താഴം കഴിക്കുമ്പോൾ എപ്പോഴും ഒരു ഫുൾ സ്റ്റൊമക്ക് കഴിക്കാതിരിക്കുക. ഒരു ഹാഫ് സ്റ്റൊമക്ക്, ഒരു വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന രീതിയിൽ തോന്നുന്നല്ല, കുറച്ച് സ്പേസ് എന്തായാലും ഇടുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ, ഹലോ, ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് വയസ്സ് 55. ഓക്കെ. എനിക്കുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ആഹാരം അമിതമായിട്ട് വേണം. എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, വണ്ണം അധികം ഇല്ല, പൊക്കം 178 ഒന്നും പ്രശ്നം. പക്ഷെ ആഹാരം അമിതമായിട്ട് കഴിക്കും. എന്ന് വെച്ചാൽ അതിരാവിലെ 7 മണിക്ക് കഴിക്കും, പിന്നെ ഉച്ചയ്ക്ക് 10 മണിക്ക് കഴിക്കും. രാവിലെ 10 മണിക്ക് കഴിക്കും, പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് കഴിക്കും, പിന്നെ വൈകിട്ട് 7 മണിക്ക് കഴിക്കും, പിന്നെ കഴിക്കത്തില്ല. ഓക്കെ, അത് ഒരു 4 പ്രാവശ്യമല്ലേ കഴിക്കുന്നുള്ളൂ ആഹാരം? 4 പ്രാവശ്യം കഴിക്കുന്നു അല്ലേ? കഴിക്കുന്ന ആഹാരം അമിതമായിട്ട് കഴിക്കും, നന്നായിട്ട് കഴിക്കും. ഓക്കെ, അതിനനുസരിച്ച് നല്ല തടിയൊക്കെ ഉണ്ടോ? ഇല്ല, അധികം തടിയൊന്നുമില്ല, ആവറേജ് ആയിരുന്നു. ആവറേജ് പൊക്കത്തിനനുസരിച്ച് 180 ആണ് എന്റെ പൊക്കം, അതനുസരിച്ച് ബോഡിയെ 180 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 അടിയോളം വരുന്നുണ്ട് അല്ലേ? 6 എന്താ ജോലി? ജോലി ഞാൻ ഫാർമറാണ്, കൃഷിയാണ്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ഒരു 10-12 മണി വരെ ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം നല്ല അധ്വാനിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ കൂടുതൽ ആഹാരം കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം, പിന്നെ ചെറുപ്പം തൊട്ടുള്ള ശീലമായിരിക്കാം കൂടുതലായിട്ട് ആഹാരം കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ശീലമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ആഹാരം കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഡയബറ്റിക് ഒന്നുമില്ല, കൊളസ്ട്രോൾ ഒന്നുമില്ല, BP ഇല്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആഹാരം കഴിച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, കൂടുതൽ ആഹാരം കഴിച്ചു എന്ന് വെച്ചിട്ട്. ആഹാരത്തോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശുചിത്വം. പ്രത്യേകിച്ച് ഓരോ ഘട്ടം ഓരോ സീസൺ കഴിയുന്നതോടുകൂടി പല പനികളും സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അതും സ്പ്രെഡ് ചെയ്യുന്നത് പലർക്കും മരണത്തിന് പോലും കാരണമാകുന്ന രീതിയിലാണ് പനികളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ശുചിത്വത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള ശുചിത്വം, നമ്മളെ വ്യക്തി ശുചിത്വം ഞാൻ ഒന്ന് ക്ലാസിഫൈ ചെയ്യാതെ തന്നെ എങ്കിൽ മാത്രമേ കുറച്ചും കൂടി ക്ലാരിറ്റി വരുള്ളൂ. ശുചിത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഫിസിക്കൽ ഹൈജീൻ ആൻഡ് ഭൗതിക ശുചിത്വം, അതുപോലെ മാനസിക ശുചിത്വം. അതുപോലെ ഭൗതിക ശുചിത്വം തന്നെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് വ്യക്തി, ഗൃഹം, പരിസരം, സമൂഹം. വ്യക്തി ശുചിത്വം, ഗൃഹശുചിത്വം, പരിസര ശുചിത്വം ആൻഡ് സമൂഹ ശുചിത്വം. പിന്നെ നേരത്തെ പറഞ്ഞ ബ്രോഡ് ക്ലാസിഫിക്കേഷനിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മാനസിക ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അഡിക്ഷൻസ്. അതായത് ഇപ്പോൾ എന്താണ് പുകവലി, അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ, എല്ലാം അഡിക്ഷൻസ്, അതൊന്ന്. പിന്നീട് നമ്മളെ സെക്ഷുവൽ റിലേഷൻഷിപ്പ്, അതായത് എക്സ്ട്രാ മാരിറ്റൽ സെക്ഷൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹോമോസെക്ഷൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അത് മാനസികമായിട്ടുള്ള ശുചിത്വമില്ലായ്മ കൊണ്ടാണ് ഈ പ്രോബ്ലംസ് അല്ലാണ്ട് ഈ അഡിക്ഷൻസും അതുപോലെ തന്നെ ഈ എക്സ്ട്രാ ഇതിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ശുചിത്വമില്ലായ്മ കൊണ്ടാണ്. മറ്റേത് ഭൗതിക ശുചിത്വം, അത് ഞാൻ നേരത്തെ പറഞ്ഞ 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പേഴ്സണൽ ഹൈജീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ രാവിലെ പല്ല് തേക്കണം, അതെല്ലാം അറിയാവുന്ന, പല്ല് തേക്കണം, ആഴ്ചയിലൊരിക്കൽ നഖം വെട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അതിൻ്റെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുളിക്കുമ്പോൾ ഒട്ടുമിക്കവരും ചെയ്യാറുണ്ട്, എങ്കിൽ പോലും വളരെ അപൂർവമായിട്ട് സോപ്പും ടവലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതായത് ഒരാളുടെ ഉപയോഗിച്ച സോപ്പും ടവലും തന്നെ വേറെ ആൾ ഉപയോഗിക്കുന്ന അത് കഴിയുന്നത്ര ഒഴിവാക്കുക. ഓരോ ഇൻഡിവിജ്വലും അവനവൻ്റെ സ്വന്തമായിട്ടൊരു ടവലും അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് വളരെ തന്നെ പല സ്കിൻ ഡിസീസും ഒഴിവാക്കാനായിട്ട് നമുക്കത് വളരെ സഹായിക്കും. അതുപോലെ തന്നെ വരയുടെയും കൃമിയുടെയൊക്കെ ശല്യങ്ങളൊക്കെ ഇങ്ങനെ പകരുന്നത് ഇങ്ങനെയുള്ള ഈ ക്ലോത്ത് ടവലൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ ഇതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ പേഴ്സണൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല്ല് തേക്കുന്നത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പല്ല് തേക്കുന്നത് 2 നേരം പല്ല് തേക്കണം, രാവിലെയും രാത്രി കിടക്കാൻ നേരത്തും പല്ല് തേച്ചിരിക്കണം. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്തായാലും പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് രാത്രി പല്ല് തേച്ചേ പറ്റൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് നമ്മൾ എല്ലാ ദിവസവും കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, എനിക്ക് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസാണ്.
ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒക്കെ ഭയങ്കര ഗ്യാസ് ആയിട്ട് വരും. ഓക്കെ. കഴിയുന്നത്ര പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ കഴിയുന്നത്ര ഞങ്ങൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കഴിയുന്നത്ര എന്നുണ്ടെങ്കിൽ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡിൽ പല രീതിയിലുള്ള കെമിക്കൽസും അങ്ങനെയുള്ള പല കൂടുതൽ സ്പൈസി ആയിരിക്കും. അത് കൂടുതൽ കുറച്ച് നമ്മളെ വയറിനകത്ത് ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര പുറത്ത് പോകുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാതിരിക്കുക, വെജിറ്റേറിയൻ മാത്രം കഴിക്കുക. വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ നിങ്ങൾ ഇഷ്ടാനുസരണം കഴിക്കുക. പിന്നെ കഴിയുന്നതും കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കട കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നീണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഏകദേശം ഒരു 1:30 ആകുമ്പോഴേക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം. കഴിയുന്നത്ര ഒരു 8-8:30 മണിയാകുമ്പോഴേക്കും അത്താഴം കഴിക്കുക. ആ രീതിയിൽ ഒരു കൃത്യസമയത്തുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡും ഒഴിവാക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ കഴിയുന്നത്ര ഒരു ടെൻഷൻ ഒഴിവാക്കി ഒരു മെൻ്റൽ ടെൻഷൻ ഒരു വലിയ ഫാക്ടറാണ്. നമ്മളെ വയറിന് കൂടുതൽ അസിഡിറ്റിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ കഴിയുന്നത്ര ടെൻഷൻ ഒഴിവാക്കുക. ഒരു സ്മൂത്തായിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ഒരു പരിശോധനയ്ക്ക് വിധേയനാകേണ്ടതാണ്. എന്തെങ്കിലും വയറിൽ എന്തെങ്കിലും അൾസറിൻ്റെ പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും ഗ്യാസ്ട്രൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. മൈ ഡോക്ടർ തുടരുന്നു. ആഹാര കാര്യത്തിൽ പാലിക്കേണ്ട ശുചിത്വം എന്തൊക്കെയാണ്? ആഹാര കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്ത ആഹാരം കഴിക്കുക. അതായത് പലപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ ശരിക്കും ഈ നോൺ വെജൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കാണത്തില്ല. ശരിക്കും നന്നായിട്ട് വേവിച്ചിട്ടൊക്കെ ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത്. അത് അവർ ആ തിരക്കനുസരിച്ചൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അതിൽ നമുക്ക് പല അസുഖങ്ങൾ അതിൽ നിന്ന് പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര പുറത്ത് പോകുമ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക. പിന്നെ അത് തന്നെ സ്പൈസി അല്ലാത്ത ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇഡ്ഡലി, ദോശ, ചോറ് അങ്ങനെയുള്ള സാധാരണ ലൈറ്റായിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് നമ്മൾ വീടിനകത്ത് നമുക്ക് നോൺ വെജിറ്റേറിയൻ നമുക്ക് ശരിക്കും വീട്ടിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ശരിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അതായത് നന്നായിട്ട് വേവിച്ചിട്ട് നല്ല വൃത്തിയായിട്ടായിരിക്കും വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നന്നായിട്ടൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് വലിയ ദോഷം വരാൻ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ പുറത്ത് അങ്ങനെയല്ല. അവർ കടയിലത്തെ തിരക്കും അങ്ങനെയുള്ളതനുസരിച്ച് ചിലപ്പോൾ അതിൽ വേരിയേഷൻസൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര പുറത്ത് പോകുമ്പോൾ വെജിറ്റേറിയൻ മാത്രം കഴിക്കുക. പിന്നീട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും പിന്നെ കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്തുണ്ടെങ്കിൽ അവർ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ തന്നെ തണുത്ത വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നൊരു പ്രവണതയൊക്കെ ഉണ്ട്. അത് കടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതിനേക്കാൾ നല്ലത് പച്ചവെള്ളം കുടിക്കുന്നതാണ് നല്ലത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശരിക്കും തിളപ്പിച്ച വെള്ളം തന്നെയാണ് കുടിക്കേണ്ടത്. അത് ചൂട് കുറയ്ക്കാൻ വേണ്ടി തണുത്ത വെള്ളം ഒഴിക്കുന്നുണ്ട് നേരെ യാതൊരു പ്രയോജനമില്ല. ശരിക്കും ദോഷമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആഹാരം ശരിക്കും ചവച്ചരിച്ച് കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അത് നമ്മളൊക്കെ ധൃതി പിടിച്ചൊക്കെ കഴിക്കുന്നുണ്ട്. പലപ്പോഴും അത് ശരിയായ രീതിയിൽ ദഹനം നടക്കത്തില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ജിദ്ദയിൽ നിന്ന് വിളിക്കുന്നതാണ്. സാറേ, എന്റെ ഈ ഇടത്ത് ഭാഗത്ത് ഗ്യാസ് ട്രബിൾ തന്നെ ഉണ്ട്. ഇടത്ത് ഭാഗത്ത് നെഞ്ഞിന്റെ ഇതായിട്ടൊരു കമന്ന് കിടന്ന വേദന. പിന്നെ ഗ്യാസ് നല്ലോണം ചിലപ്പോൾ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ഏമ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഭക്ഷണം ശരിക്കും ദഹനം കമ്മി. എന്താ കാരണം? എന്താ ജോലി? സ്റ്റുഡിയോയിലാണ്. ഫോട്ടോ സ്റ്റുഡിയോ? ഫോട്ടോ സ്റ്റുഡിയോ. ഓക്കെ. പുകവലിക്കോ? ഇല്ലല്ല, അങ്ങനത്തെ ഒരു പരിപാടി. ഭഗവതി അങ്ങനെ ആനത്ത് അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല. ഓക്കെ. ടെൻഷനൊക്കെ ഉണ്ടോ? ജോലിയിലൊക്കെ ടെൻഷനൊക്കെ ഉണ്ടോ? ജോലിയിലെ പ്രവാസല്ലേ, ഇന്ന് പറഞ്ഞ ടെൻഷൻ ഉണ്ട്. ഓക്കെ. സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഭക്ഷണം സമയത്ത് രാവിലെ കഴിക്കും. പിന്നെ ഇവിടെ 2 നേരം ഇവിടെ ഭക്ഷണം ഉണ്ടാവുള്ളൂ. നാട്ടിലമായ ഫുൾ ടൈം ഫുഡില്ല. ഉറക്കമൊക്കെ എങ്ങനെ? ഒരു 6 മണിക്കൂർ.
ഓക്കെ. ഇതിൽ ഭക്ഷണത്തിന് ഈ നെഞ്ചരിച്ചിലൊക്കെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മൾ ഒന്നുകിൽ പുകവലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ ടൈമിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ മെൻ്റൽ ടെൻഷൻ വലിയൊരു ഫാക്ടറാണ്. പിന്നെ അതായത് ലിക്കറൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് ലിക്കർ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ഇറഗുലർ ലൈഫ്, അതായത് തോന്നുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുക, അല്ലാണ്ട് ഇങ്ങനെ വിശക്കുന്ന സമയത്തൊന്നും ഭക്ഷണം കഴിക്കാറില്ല, അല്ലാത്തപ്പോഴൊക്കെ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു ഇറഗുലർ ആയിട്ടുള്ള ലൈഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വയറിന് അസ്വസ്ഥതകളുണ്ടാകും. വളരെയധികം നെഞ്ചരിച്ചിൽ, പുളിച്ചായിട്ടുള്ള അങ്ങനെയുള്ള വയറ്റിൽ വയറുവേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചിട്ടയായിട്ടുള്ള ഒരു ദിനചര്യ അത് പാലിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറക്കം വലിയൊരു ഘടകമാണ്. ഉറക്കം കുറയും തോറും സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് ഈ നെഞ്ചരിച്ചിലും പുളിച്ചായിട്ടിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് ഒരു ദിവസത്തിൽ ഒരു 7 മണിക്കൂർ 6-7 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങുന്നത്, അതും കൃത്യസമയം പാലിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഫോട്ടോ സ്റ്റുഡിയോ നടത്തുന്നതുകൊണ്ട് നൈറ്റൊന്നും വർക്ക് ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഒരു 10 മണിക്ക് കിടന്നിട്ട് രാവിലെ ഒരു 5 മണിക്ക് എണീക്കുന്ന രീതിയിൽ, ആ രീതിയിൽ ഒന്ന് എല്ലാം ഒരു ചിട്ടയായിട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ചിലപ്പോൾ ഒരു എൻഡോസ്കോപ്പിയൊക്കെ വേണ്ടി വന്നേക്കാം. ഓക്കെ ഡോക്ടർ, സാമൂഹിക ശുചിത്വം എന്ന് പറയുന്നതിന് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സാമൂഹ്യ ശുചിത്വം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ചിട്ടകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഈ റോഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ കഫമൊക്കെ തുപ്പി വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും റോഡിലൊക്കെ ഇങ്ങനെ കഫം തൂക്കി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ നടന്നു പോകുന്ന മറ്റാളുടെ ഡ്രസ്സിലൊക്കെ ആ കഫത്തിൻ്റെ അംശങ്ങളൊക്കെ, കാലിലൊക്കെ കഫത്തിൻ്റെ അംശങ്ങളൊക്കെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അതൊക്കെ തെറ്റായ ഒരു പ്രവണതയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുപ്പാതിരിക്കുക, കഫമൊക്കെ തുപ്പാതിരിക്കുക, അതൊന്ന്. പിന്നീട് പൊതുസ്ഥലങ്ങളിൽ വെച്ച് പുകവലി, മദ്യപാനം ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ ചോദിച്ചോളൂ. ഹലോ 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 ചോദിച്ചോളൂ. ഹലോ സാർ, പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വയറ്റിലെ ഒരു വേദന പോലെയുണ്ട്. ആ വയറ്റിലെ സെന്ററായിട്ടാണ് ഒരു വേദന പോലെ വരുന്നത്. ഓക്കെ. അത് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു വല്ലാതെ പോലെ, പിന്നെ ചിലപ്പോൾ തണുപ്പ് പിടിച്ചിട്ട് കുഴച്ചിട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ലാതെ പോലെയുണ്ട്. എന്താ ജോലി എന്തുവാ? ഞാൻ ഡ്രൈവറാ സാർ. ഡ്രൈവറാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ? സമയത്ത് ഭക്ഷണം കഴിക്കൽ കുറവാ സാർ. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായി സാർ. 5-6 മാസമായിട്ടുണ്ടല്ലോ. അല്ല, ഇത് ഇങ്ങനെ 5-6 മാസമായിട്ടുള്ളെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ഒരു പരിശോധനയൊക്കെ നടത്തുന്നത് നല്ലതാണ്. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ തോതിൽ ഒരു അൾസറിൻ്റെ തുടക്കമോ അങ്ങനെ എന്തെങ്കിലും ആകാം, ഒരു പക്ഷേ. മനസ്സിലായി? ഗ്യാസ്ട്രിക് അൾസറോ ആമാശയത്തിൽ അൾസറിൻ്റെയൊക്കെ തുടക്കമാകാം. അപ്പോൾ അതുകൊണ്ട് ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായി? തുടക്കമാകാം. പുകവലി ഉണ്ടെങ്കിൽ നിർത്തണം. പുകവലി, മദ്യപാനം ഇതെല്ലാം നിർത്തണം. ഇതെല്ലാം വയറിനെ എരിച്ചിലുണ്ടാക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് പുകവലി, മദ്യപാനമൊക്കെ നിർത്തുക. സോഷ്യൽ ഹൈജീനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ കഫം തുപ്പി വയ്ക്കുന്നത്, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം പലരും ഇങ്ങനെ റോഡിലൊക്കെ സൈഡിലൊക്കെ ചെയ്യാറുണ്ട്. അതും ഇപ്പോൾ മലവിസർജനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഈച്ചയൊക്കെ വന്നിരുന്നു. ആ ഈച്ച തന്നെ നമ്മളെ ആഹാരത്തിൻ്റെ പഴങ്ങളിലോ അങ്ങനെയുള്ള വന്നിരുന്നിട്ട് സ്വാഭാവികമായിട്ട് പല അസുഖങ്ങളും ഇങ്ങനെ പകരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പല പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം ഒഴിവാക്കുക. പിന്നെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള കാര്യം തന്നെ, നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പല ആൾക്കാരും ഈ ഓടുന്ന ട്രെയിനിലിരുന്നുകൊണ്ട് പുറത്തേക്ക് തുപ്പുന്നത് കാണാം, ഈ കഫം തുപ്പുന്നത് കാണും. സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും തൊട്ടു പുറകിലുള്ള ആളുടെ മേത്തായിരിക്കും അത് ചെന്ന് വീഴുന്നത്. അതൊക്കെ സോഷ്യൽ ഹൈജീൻ്റെ ഒരു ഭാഗമാണ്. ഒരു കാരണവശാലും ഇപ്പോൾ അങ്ങനെ കഫം ഉണ്ടെങ്കിൽ അതിൽ ട്രെയിനിലെ ബാത്റൂമിൽ വാഷ് ബേസിനുണ്ട്, അതിൽ പോയി തുപ്പാം. ഇത് പല ആൾക്കാരും ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിൻഡോയിൽ കൂടി തുപ്പുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
അതൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കാം. പിന്നീട് പറയാനുള്ളതാണെങ്കിൽ ഒരു നമ്മൾ പൊതുസ്ഥലത്ത് നിന്ന് ചുമക്കുക. അങ്ങനെ പല പകർച്ചവ്യാധികളും ഇപ്പോൾ TB അങ്ങനെയുള്ള പല അതുപോലെ H1N1 അങ്ങനെയുള്ള പല അസുഖങ്ങളും പടരുന്നത് ഈ ചുമയിലൂടെയാണ്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഈ ചുമയ്ക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ടോ തൂവാല കൊണ്ടോ ഒന്ന് മറച്ചു പിടിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അത് നമ്മളുടെ ഒരു ശീലമാക്കി വളർത്തിയെടുക്കണം. പല ആൾക്കാരും ഇങ്ങനെ ചുമക്കുന്ന ചുമ്മാ ഓപ്പണായിട്ട് അങ്ങ് ചുമച്ച് സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് തന്നെ ഫീൽ ചെയ്യാം. ഈ കാറ്റ് വന്നടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ലക്ഷക്കണക്കിന് അണുക്കളും നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്, നമ്മളുടെ മൂക്കിൽ കൂടി എല്ലാം കയറുന്നുണ്ട്. ആ അണുക്കളകത്ത് തന്നെ ഈ വ്യക്തിക്ക് കൂടി എന്തെങ്കിലും മറ്റേ ചുമച്ച ആൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്കും കൂടി പകരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുസ്ഥലത്ത് നിന്ന് ചുമക്കുക, പൊതുസ്ഥലത്ത് നിന്ന് മാത്രമല്ല വീടിനകത്ത് പോലും നമ്മൾ ചുമക്കുകയാണെങ്കിൽ കൈകൊണ്ട് മറച്ച് പിടിച്ച് ചുമക്കുക. അങ്ങനെ അതൊരു പരിധിവരെ ഈ അസുഖങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നതിന് തടയാൻ സാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം. പിന്നെ നമ്മൾ മദ്യപാനമൊക്കെ ഒഴിവാക്കുക. പൊതുസ്ഥലത്ത് നിന്ന് മദ്യപാനം, പുകവലി ഇതൊക്കെ വളരെയധികം കോടതി തന്നെ അതിൽ ഒരു നിർദ്ദേശം നൽകണം. പൊതുസ്ഥലത്ത് നിന്ന് മദ്യപാനം ഒഴിവാക്കിക്കൊണ്ട് കോടതി തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ആ ബേണിംഗ് എൻഡിലുള്ള ആ പുക അത് വളരെയധികം നമ്മളെ ശ്വാസകോശത്തിന് കേടുവരുത്തുന്ന ഒരു വസ്തുവാണ്. അതിൽ നിന്ന് പല അസുഖങ്ങളും നമ്മളെ ചില ആളുകൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്ക് ഒരു സിഗരറ്റിൻ്റെ പുക മാത്രം മതി. ഒരു സിഗരറ്റിൻ്റെ പുക കൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവുള്ള ആൾക്കാർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുസ്ഥലത്ത് ഇങ്ങനെയുള്ള കുറേ മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടത് നമ്മളുടെ ജനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഓക്കെ. ഈ മദ്യപാനവും പുകവലി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നത്? പുകവലി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ സിഗരറ്റിൽ നിന്ന് പുറത്തു വരുന്ന പുക, അതിൽ നിന്ന് പല കെമിക്കൽസും നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നുണ്ട്. നമ്മളെ ലങ് ക്യാൻസർ പ്രധാനപ്പെട്ട ക്യാൻസറുകളിലൊന്നാണ് ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പുകവലി ഒരു ശീലമാക്കിയിരിക്കുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ടും വരുന്നത്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സിഗരറ്റിൻ്റെ പുക തന്നെ ധാരാളം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ TB മുതലായ അസുഖങ്ങൾ വരുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് പുകവലിയാണ്, മനസ്സിലായി. പിന്നെ ലങ്സിൻ്റെ കപ്പാസിറ്റി കുറയാണ് സ്വാഭാവികമായിട്ടും. ഈ പുകയിലൂടെ ഈ പല കെമിക്കൽസ് അകത്ത് നിന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ലങ്സിൻ്റെ കപ്പാസിറ്റി കുറയുന്ന സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ടൽ, തുടരെയുള്ള ചുമയും കഫക്കെട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. TB അല്ലെങ്കിൽ പോലും, മനസ്സിലായി, അങ്ങനെ ചുമയും കഫക്കെട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ പുകവലി ഉണ്ട്. അതുപോലെ തന്നെ മദ്യപാനം നമുക്ക് പറയാമല്ലോ, സാമൂഹിക വിപത്താണ് സ്വാഭാവികമായിട്ടും. അത് കഴിയുന്നത്ര ഒഴിവാക്കുക. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് വീടിനകത്തും പൊതുസ്ഥലത്തും ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയും നേരം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന്. ഓക്കെ, താങ്ക് യു. മൈ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.